കണ്ണാടി കാൺമോളവും എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് ശകുന്തളോപജ്ഞാനത്തിലെ ഭാഗമാണ് ഇത്. വിശ്വാമിത്ര മഹർഷിയുടെയും മേനകയുടെയും പുത്രിയായ ശകുന്തളയെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പുത്രനോടൊപ്പം കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ ദുഷ്യന്തൻ ആക്ഷേപിക്കുന്നതും ശകുന്തള അതിനെതിരെ ശക്തമായ ഭാഷയിൽ മറുപടി പറയുന്നതുമാണ് ഈ പാഠഭാഗം. കവിതയുടെ ആശയം നോക്കാം. പുത്രനോടൊപ്പം കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ ദുഷ്യന്ത മഹാരാജാവിന് ഓർമ്മ വരുന്നില്ല. ഗന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്തത് മറന്നുപോയ ദുഷ്യന്തൻ ശകുന്തളയെ പരുഷവാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. സ്ത്രീകൾ വളരെ ധാർഷ്ട്യമുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ ശകുന്തളയെ പോലെ ധാർഷ്ട്യമുള്ള സ്ത്രീയെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ദുഷ്യന്തൻ പറഞ്ഞത്. ശകുന്തള വഴിപിഴച്ചവളാണ്, അതുകൊണ്ട് കുലീനയാണ് എന്ന സംസാരം നിർത്തണമെന്നും ദുഷ്യന്തൻ പറയുന്നു. സ്വർണവും രക്തവും മുത്തുകൊണ്ട് ഉള്ള ആഭരണങ്ങളും എത്ര വേണമെങ്കിലും തരാമെന്നും അത് വാങ്ങി സമയം കളയാതെ കൊട്ടാരത്തിൽ നിന്നും പോകണമെന്നും ദുഷ്യന്തൻ പറഞ്ഞു. കുയിലിനെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് ശകുന്തള എന്നും അവളെ കാണാൻ തനിക്ക് അല്പം പോലും ആഗ്രഹമില്ല എന്നും ദുഷ്യന്തൻ ശകുന്തളയെ പരിഹസിച്ചു. കടികിൻമണി പോലുള്ള മറ്റുള്ളവരുടെ ദോഷങ്ങൾ കാണുന്ന രാജാവിന് തന്റെ ആനയുടെ അത്രയും വലിപ്പമുള്ള സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനാവുന്നില്ല എന്നും ശകുന്തള പറയുന്നു. ഇത് പണ്ഡിതന്മാർക്ക് പോലും പൊതുവെയുള്ള സ്വഭാവമാണെന്നും രാജാവിന്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് തന്റെ ജന്മമെന്നും ശകുന്തള പറയുന്നു. ഭൂമിയിലല്ലാതെ രാജാവിന് സഞ്ചരിക്കാൻ കഴിയുകയില്ല, എന്നാൽ ഭൂമിയെന്നോ ആകാശമെന്നോ വ്യത്യാസമില്ലാതെ തനിക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നും മേരുപർവ്വതവും കടുകും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തമ്മിൽ ഉണ്ട് എന്നും ശകുന്തള പറയുന്നു. സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്നത് വരെ അത് ഏറ്റവും മനോഹരമാണെന്നാണ് വിരൂപന്മാരുടെ ധാരണ. അത്തരക്കാർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമെങ്കിലും സ്വന്തം കുറ്റങ്ങൾ അറിയുകയില്ല. കുറ്റമില്ലാത്തവർ കുറ്റമുള്ളവരെ അല്പം പോലും നിന്ദിക്കുകയില്ല. എന്നാൽ ദിവസവും ശുദ്ധവെള്ളത്തിൽ കുളിച്ചാലും മദം പൊട്ടിയ ആന പൊടിയിൽ കുളിച്ചാണ് ആനന്ദിക്കുന്നത്. അതുപോലെ നല്ല മനുഷ്യനെ നിന്ദിച്ചുകൊണ്ടേ ദുർജനങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. എന്നാൽ നല്ല മനുഷ്യരാവട്ടെ ആരെയും നിന്ദിക്കുകയില്ല. സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ക്രൂതനായ സർപ്പത്തേക്കാൾ ഭയക്കണം. ദുഷ്ടനായ അവന് പണ്ഡിതൻ നന്മ തിന്മകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അവൻ തിന്മ മാത്രമായിരിക്കും മനസ്സിലാക്കുക. അരയന്നം വെള്ളം ഉപേക്ഷിച്ച് പാൽ സ്വീകരിക്കുന്നത് പോലെ എന്നിങ്ങനെ ശകുന്തള പറയുന്നു. ഈ സമയത്ത് വിശ്വാമിത്രന്റെ പുത്രനായ ദേവസ്ത്രീക്ക് തുല്യമായ ശകുന്തളയെയും പുത്രനെയും സ്വീകരിക്കണമെന്ന അശരീരി വാക്യം കേട്ടു. ഭരതൻ എന്ന ദേവന്മാർ പുത്രന് പേര് പറഞ്ഞത് ദുഷ്യന്തൻ മഹാരാജാവിന് കേൾക്കുകയും ശകുന്തളയെയും പുത്രനെയും സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ശകുന്തളയും ദുഷ്യന്ത മഹാരാജാവും ഒപ്പം സ്നേഹപൂർവ്വം ചേർന്നു.